എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇപ്പോൾ പി എം കിസാൻ സമ്മാൻ നിധിയിൽ നാളെ ഇതുവരെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 34,000 രൂപയാണ്. ആദ്യം മുതൽ അപേക്ഷിച്ചിട്ടുള്ള കർഷകർക്കാണ് ഈ 34,000 രൂപ ലഭിച്ചിട്ടുള്ളത്. അതിനുശേഷം അപേക്ഷിച്ചിട്ടുള്ളവർക്കൊക്കെ ബാക്കി തുകകൾ മുഴുവനായിട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 17ാമത്തെ ഗഡുവിതരണം കഴിഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത 18ാമത്തെ ഗഡുവിതരണം എന്നുള്ളത് ഒക്ടോബർ നവംബർ മാസം മാത്രമാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ 18ാമത്തെ ഗഡുവിതരണം. ഇപ്പോൾ നിരവധി കോളുകൾ വരുന്നുണ്ട് 18ാമത്തെ ഗഡുവിതരണം പ്രഖ്യാപിച്ചു എന്നുള്ളത്. യാതൊരുവിധ രീതിയിലും ഇപ്പോൾ പി എം കിസാൻ സമ്മാൻ നിധിയുടെ 18ാമത്തെ ഗഡുവിതരണം പ്രഖ്യാപിക്കില്ല. ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ മാസം തന്നെയായിരിക്കും പി എം കിസാൻ സമ്മാൻ നിധിയുടെ 18ാമത്തെ ഗഡുവിതരണം എത്തുകയുള്ളൂ. അപ്പോൾ ഈ മാസം 23-ാം തീയതി യൂണിയൻ ബജറ്റാണ്. അതിൽ നിർമ്മല സീതാറാം പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക വർധനവ് പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ ഒരു വർധനവ് ഉണ്ടാവും എന്നൊക്കെയുള്ളൊരു പ്രഖ്യാപനമാണ് ഇപ്പോൾ നമുക്ക് വരുന്നത്. കഴിഞ്ഞ വർഷവും ഇതേ സമയം തന്നെ നമുക്ക് ഇതുപോലെ തന്നെ യൂണിയൻ ബജറ്റിൽ നിർമ്മല സീതാറാം തുക വർധനവ് ഉണ്ടാവും, 8,000 രൂപയായിട്ട് വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത്. അതിന്റെ മുമ്പത്തെ വർഷവും ഇത് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പി എം കിസാൻ സമ്മാൻ നിധിയിലുള്ളവർ ശ്രദ്ധിക്കുക, നിങ്ങൾ യാതൊരു പ്രതീക്ഷയും ഇതിൽ വെക്കേണ്ട ആവശ്യമില്ല. തുക വർദ്ധിപ്പിക്കുന്നതിൽ വർദ്ധിപ്പിക്കട്ടെ. പക്ഷേ ഈ 2 വർഷവും നടന്നത് ഇത് തന്നെയാണ്. പ്രഖ്യാപനം നടക്കുമെന്നുള്ള ഒരു വാക്കുകൾ മാത്രമാണ് നടന്നത്. പക്ഷേ പി എം കിസാൻ സമ്മാൻ നിധിയിൽ യാതൊരുവിധ തുക വർധനവും ഉണ്ടായിട്ടില്ല. ഇതുവരെ നമുക്ക് 9 കോടി ആണ് പി എം കിസാൻ സമ്മാൻ നിധി കൊടുത്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അത് 17ാമത്തെ ഗഡുവിതരണത്തിൽ 6 ലക്ഷം കർഷകർ കൂടെ കൂടുതലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അത് ഇനി 18ാമത്തെ ഗഡുവിതരണമാകുമ്പോൾ അതിലും ഇരട്ടി ആൾക്കാർക്കാണ് ഈ പി എം കിസാൻ സമ്മാൻ നിധി കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു തുക വർധന ഉണ്ടാവും എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു പ്രതീക്ഷയും നമുക്ക് ഇപ്പോൾ വെക്കേണ്ട. അതുപോലെ തന്നെ തുക മുടങ്ങിയിട്ടുള്ള കർഷകർ, തുക നിങ്ങൾക്ക് 6ഉം 7ഉം ഗഡുക്കൾ ഒരുമിച്ച് മുടങ്ങിയിട്ടുള്ള കർഷകർ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ 5-ാം തീയതി വന്നൊരു 6 എണ്ണമാണ് ഒന്നിച്ച് വന്നിരിക്കുന്നത്. പി എം കിസാൻ സമ്മാനിൽ 6 ഇൻസ്റ്റാൾമെന്റ് ഒന്നിച്ച് ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ശരിയായി കൊടുത്തൊരു കേസാണ്. അപ്പോൾ ഈ 6 എണ്ണം ഒന്നിച്ച് തന്നെയാണ് ഇവർക്ക് ഈ ജൂലൈ 5-ാം തീയതിയാണ് ഈ പേയ്മെന്റ് അക്കൗണ്ടിൽ കയറിയത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഗഡു, ലാസ്റ്റത്തെ 17ാമത്തെ ഗഡു ബ്ലോക്ക് ആയിട്ടുള്ളവരുണ്ടായിരുന്നു. അത് ആധാർ സീഡിങ്ങിന്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ടൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അവർക്ക് ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 1 മാസത്തിനുള്ളിൽ തന്നെ ബാക്കിയുള്ള ആ ഒരു ഫണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഫണ്ട് അവിടെ ഫ്രീസ് ആയിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ആ ഒരു തുക ലഭിക്കാത്ത സാഹചര്യം വരും, ഈ 2,000 രൂപയായിട്ട് നിൽക്കുന്നവർ. അപ്പോൾ ശ്രദ്ധിക്കുക, അത് നിങ്ങൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെ ആ തുക അവിടുന്ന് വിഡ്രോ ചെയ്ത് പി എഫ് എംസിലേക്ക് തിരിച്ച് റിട്ടേൺ എത്തിക്കേണ്ടതാണ്. കാരണം അടുത്ത നമുക്ക് ഡി ബി ടി അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ആ തുക അടുത്ത ബാങ്കിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ആവണമെങ്കിൽ അങ്ങനെ പറ്റുകയുള്ളൂ. കാരണം ഇപ്പോൾ കണ്ടുവരുന്നത് ആ ഒരു തുക അതുപോലെ തന്നെ അവിടെ ഫ്രീസ് ആയിട്ട് നിൽക്കും. ആ തുക നമുക്ക് തിരിച്ചെടുക്കാൻ മേലത്തൊരു സാഹചര്യമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഡി ബി ടി എന്നൊരു കാര്യം നിർബന്ധമാണ്. ഡി ബി ടി അപ്ഡേറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡി ബി ടി അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മുടങ്ങിയിട്ടുള്ള തുകകളെല്ലാം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ്. ഇനിയിപ്പോൾ പുതിയ അപേക്ഷ എല്ലാവർക്കും കൊടുക്കാനുള്ള സമയം തന്നെയാണ്. ഇനി ആരെങ്കിലും പുതിയ അപേക്ഷ കൊടുക്കാനുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പുതിയ അപേക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റിജക്റ്റഡ് ആയിട്ടുള്ളവരുണ്ടായിരുന്നു, 18-19 ലാൻഡ് ടാക്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ റിജക്റ്റ് ചെയ്തു എന്നൊക്കെയുള്ള റീസൺ ഉള്ളവരുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് 18-19 മുമ്പേ ഒരു 15-16 അല്ലെങ്കിൽ 17 അങ്ങനെയൊക്കെയുള്ള ലാൻഡ് ടാക്സുകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. കേന്ദ്രം പറഞ്ഞിട്ടുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. അപേക്ഷിക്കുന്ന സമയത്ത് 2018-19 നിങ്ങൾക്ക് സ്വന്തമായി ഭൂമി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുമ്പേ തന്നെ നിങ്ങൾക്ക് ഭൂമി ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ലാൻഡ് ടാക്സ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ അപ്രൂവൽ മേടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് പി എം കിസാൻ സമ്മാൻ നിധിയിൽ ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്